ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ വിമർശനവുമായി സുപ്രീം കോടതി. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അത്തരം പരാമർശം നടത്തില്ലായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിമർശനം. 2020 ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യ ചൈന സംഘർഷത്തിൽ 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ ഭൂമി ചൈന പിടിച്ചെടുത്തുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? വിശ്വസനീയമായ തെളിവുകൾ രാഹുലിന്റെ പക്കലുണ്ടോ? ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നുവെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമെന്ന് രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ചോദിച്ചു. എങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന കോടതിയുടെ മറുപടി. അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ കേസ് നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. ഭാരത് ജോഡോ യാത്രക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശം നടത്തിയത്. 24 ഡൽഹി.